പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് ഹോട്ടലുകൾ പണിമുടക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറാണ് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. കൂടാതെ വിവിധയിടങ്ങളിൽ ഓയിൽ കമ്പനികളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. വിവരങ്ങളുമായി ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന്, അതുപോലെ തന്നെ വിപിൻ C വിജയൻ കൊച്ചിയിൽ നിന്ന്, വർഷ ഗിരീഷ് കോഴിക്കോട് നിന്നും ചേരുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് ജിബിൻ JBയിലേക്കാണ് തിരുവനന്തപുരത്ത്. ജിബിൻ, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ ഈ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ചെറുകിട വ്യാപാരികൾ ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയധികമാണ് പാചകവാതക സിലിണ്ടറിന്റെ വില ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഉന്നയിക്കുന്നത്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഗോപികൃഷ്ണൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലാണ്. ഇവിടെ തന്നെ നമുക്ക് ഈ പണിമുടക്കിന്റെ ഭാഗമായി ഹോട്ടലുകൾ അടങ്ങിക്കിടക്കുന്നത് കാണാം. ഹോട്ടലുകൾ മാത്രമല്ല, ഹോട്ടലുകളും ബേക്കറികളും ചെറുകിട ഭക്ഷണ സ്ഥാപനങ്ങളും അതുപോലെ ഓൺലൈൻ ഡെലിവറി, ഭക്ഷണം ഓൺലൈനായി ഡെലിവറി ചെയ്യുന്ന സ്ഥാപനങ്ങളും ഒക്കെ ഇന്ന് പണിമുടക്കാണ്. ഇവർക്ക് ഐക്യദാർഢ്യം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കേരള വ്യാപാരി വ്യവസായ സമിതിയും അതുപോലെ തന്നെ കാറ്ററിംഗ് അസോസിയേഷനും ഒക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റയടിക്ക് ഗ്യാസിന്റെ വില കൂടിയത് 993 രൂപയാണ്. 19 കിലോ സിലിണ്ടറിന് കഴിഞ്ഞ ദിവസം കൂടുകയും ചെയ്യുന്നത്. ഇത് ഈ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം സ്വാഭാവികമായി ഈ ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ തന്നെ വില വർദ്ധിച്ചത് കാരണം ഓൾറെഡി ഈ ഹോട്ടൽ വ്യവസായം ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു. അതിനിടെ കൂടിയാണ് ഒരു ഇരുട്ടടിയായി 993 രൂപ ഒരു ദിവസം തന്നെ വാണിജ്യ സിലിണ്ടറിന് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ ഒരു 19 കിലോ സിലിണ്ടറിന്റെ നിലവിലെ വില എന്ന് പറയുന്നത് 3100 രൂപയാണ്. ആ ഒരു സിലിണ്ടർ വെച്ചുകൊണ്ട് തങ്ങൾക്ക് ഈ കച്ചവടവുമായി അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഈ ഹോട്ടൽ അസോസിയേഷൻ എത്തിയിരിക്കുന്നത്. ഹോട്ടലുകാരെ മാത്രമല്ല, തട്ടുകടകൾ, ബേക്കറികൾ, അതായത് ഈ വാണിജ്യ സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം നിർമ്മിക്കുന്ന എല്ലാവരെയും ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാക്കിയിട്ടുണ്ട്. ഈ മേഖലയെ മാത്രമല്ല, ഈ ഹോട്ടൽ മേഖലയെ ആശ്രയിച്ചുകൊണ്ടാണ് ഓൺലൈൻ ഭക്ഷണ വിതരണ ഏജൻസികളൊക്കെ തന്നെ ഇത് ആയിരക്കണക്കിന് നല്ല ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഇതിന് മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പണിമുടക്കിൽ ഇന്ന് കഷ്ടപ്പെടാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലുള്ള കടകൾ അടങ്ങിക്കിടക്കുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗങ്ങളിലൊക്കെ എല്ലാ കടകളും ഷട്ടറിട്ട അവസ്ഥയിലാണ്. അതായത് പ്രതിസന്ധിയിലാകാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം പുറത്തുനിന്നൊക്കെ ജിബിൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഈ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒക്കെ അടച്ചു നടത്തുന്ന പ്രതിഷേധം അത് കാര്യമായി തന്നെ പലരെയും ബാധിക്കും. പ്രത്യേകിച്ച് പലയിടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ, ഹോട്ടൽ ഭക്ഷണം നിത്യേന ഉപയോഗിക്കുന്നവര്, അതുപോലെ തന്നെ ഈ മറ്റ് സ്വിഗ്ഗി പോലെ ഉള്ള സംവിധാനങ്ങളൊക്കെ നിലയ്ക്കുന്നു ഇന്നത്തെ ദിവസം എന്നതാണ്. അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ന്യായമായ ഒരു സമരമാണെന്ന് പറയാം. പാചകവാതക സിലിണ്ടറിന്, കമേഴ്സ്യൽ സിലിണ്ടറിന് ഇത്രയധികം വില കൂട്ടിയത് സ്വാഭാവികമായി അവരെയൊക്കെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നമുക്ക് വിപിൻ C വിജയനുണ്ട്. അതെ, കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് GK ക്രിസ്റ്റീന. മുൻപില്ലാത്ത വിധമുള്ള ഒരു ഇരുട്ടടി അത് ഹോട്ടൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. ഈ 1000 രൂപയുടെ ഒരു വർധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ ചോദിക്കുന്നത്. അതൊക്കെ തന്നെ ഈ സാധാരണക്കാർക്കുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി രൂക്ഷമാണ്. നമുക്കറിയാം, കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുനിന്നൊക്കെ വന്ന് താമസിക്കുന്നത്. അവർക്കിപ്പോൾ ഇന്ന് ഭക്ഷണം ലഭിക്കുകയില്ല. പക്ഷേ ഈ ഒരു സമരത്തിൻ്റെ അതിൻ്റെ ഒരു ന്യായം നമ്മൾ എടുത്തു കാണിക്കുകയും വേണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നക്ഷത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ സർവീസിലാണ്. ഇവിടെ കാറ്ററിംഗ് ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ജോലികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഹോട്ടൽ അവധിയാണ്, ഇന്ന് ഹോട്ടൽ ഇല്ല എന്നുള്ളതും എഴുതി വെച്ചിട്ടുണ്ട്. ഉടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുജിത്ത്, എങ്ങനെയാണപ്പോൾ ഇന്ന് ഒരു വലിയ പ്രശ്നം നേരിടുന്നുണ്ടല്ലേ? ഇന്നിപ്പോൾ KHRA സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് 2 മണിക്ക് പനമ്പള്ളി എന്ന് പറയുന്ന IOC നടത്തുന്നുണ്ട്. അതിൽ ഞങ്ങളും AKCയും അതിനകത്ത് അണിചേരുന്നുണ്ട്. ഏകദേശം എത്ര ഹോട്ടലുകളെ ബാധിക്കും കേരളത്തിൽ നിന്നാണ്? കേരളത്തിൽ ടോട്ടൽ എത്ര ഹോട്ടലുണ്ടെന്ന് അറിയില്ല. എറണാകുളം നഗരത്തിൽ ഏകദേശം 2000 ചില്ലറ ഹോട്ടലുകളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൻ്റെ പണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചർച്ച നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ അടുത്ത് വില കൂട്ടാൻ വല്ല തീരുമാനമുണ്ടോ? ഇപ്പോൾ ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഇന്നത്തെ ഈ പ്രതിഷേധം കഴിഞ്ഞിട്ട് തീരുമാനിക്കുമായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ.
യെസ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇടനിലയിൽ നിൽക്കുന്ന ഹോട്ടലുകളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ GK പ്രതിസന്ധി വരിക. കാരണം 1000 രൂപ ഒരു സിലിണ്ടറിന് വർദ്ധിക്കുമ്പോൾ ഒരു ദിവസം ഒരു സിലിണ്ടറെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അവിടെ സാധാരണഗതിയിൽ ചായയും ചെറുകടികളും അല്ലെങ്കിൽ ഉച്ചയ്ക്കൊരു ഊണ് അല്ലെങ്കിൽ രാവിലെയുള്ള പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇതിനൊക്കെ ഏകദേശം എത്രത്തോളം വില വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു സാധാരണഗതിയിൽ ഒരു നോർമൽ തുകയാണെങ്കിൽ പോലും അവർ നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഇത് പൂട്ടേണ്ടി വരും. ഈ ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ്റെ ഒരു കണക്ക് പ്രകാരം തന്നെ 40% ഹോട്ടലുകളെ സാരമായി ബാധിക്കും. അതായത് ഒരു പൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ ബംഗാളിലും അസമിലൊക്കെ അവിടെ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പോയിരിക്കുകയാണ്. അപ്പോൾ എവിടെയും തൊഴിലാളികളെ കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വലിയ കൂലിക്കാണ് ആളെ വെക്കുന്നത്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ വിലവർദ്ധനവ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് IOC-യിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഹോട്ടൽ ആൻഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള ഇടങ്ങളിൽ, നഗരങ്ങളിൽ ധാരാളം ആളുകൾ പുറത്തുനിന്ന് താമസിക്കുന്നവരാണ്. അവരുടെ ആശ്രയം ഹോട്ടൽ ഭക്ഷണമാണ്, ഹോട്ടലുകളാണ്. അത് അടച്ചുപൂട്ടുന്നു എന്നത് അവരെ തീർച്ചയായും ബാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, പലയിടങ്ങളിലും ഇങ്ങനെ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കുണ്ട്. അതല്ലാത്ത ആളുകളെ കാര്യമായി തന്നെ ഇത് ബാധിക്കാൻ പോകുന്നു. പക്ഷേ ന്യായമായ ഒരു ആവശ്യത്തിനാണ് അവരുടെ ഈ പ്രതിഷേധം എന്നത് നമുക്ക് മറന്നു കളയാൻ കഴിയില്ല. ഒരു കുറ്റിക്ക് 900 ചില്ലാനും രൂപ, അതിൻ്റെ ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുത്ത് കൂട്ടി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിലുള്ള അവരുടെ പ്രതിഷേധമാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.